നമസ്കാരം. IPL-ന്റെ 18ാം സീസണിൽ തുടക്കം പാളിയെങ്കിലും പിന്നീട് സ്വപ്നതുല്യമായ കുതിപ്പിലൂടെ എതിരാളികളുടെ പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ് 5 തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസ്. ഹാർദിക് പാണ്ഡ്യയ്ക്ക് കീഴിൽ ആഗ്രഹിച്ചതുപോലെ ഒരു തുടക്കമല്ല മുംബൈക്ക് ഇത്തവണ ലഭിച്ചത്. ആദ്യത്തെ 5 മത്സരങ്ങളിൽ അവർക്ക് ജയിക്കാനായത് 1-ൽ മാത്രം. ഇതോടെ പോയിന്റ് പട്ടികയിൽ 9ാം സ്ഥാനത്തേക്കും മുംബൈ വീണു. അവിടെ നിന്നാണ് മുംബൈ ഉയർത്തെഴുന്നേറ്റത്. തുടർച്ചയായ 6 മത്സരങ്ങളിൽ ജയിച്ച് പടയോട്ടം നടത്തുകയാണ് അവർ. 6ാം കിരീടം എന്ന റെക്കോർഡിലേക്ക് അടുക്കുകയാണ് മുംബൈ ടീം. കഴിഞ്ഞ സീസണിലെ IPL-ൽ 10ാം സ്ഥാനത്തേക്ക് വീണ നാണം കെട്ട ടീമായിരുന്നു അവർ. ഇത്തവണ ഇത്ര ഗംഭീരമായൊരു തിരിച്ചുവരവ് നടത്താൻ മുംബൈയെ സഹായിച്ചത് കഴിഞ്ഞ മെഗാലയനത്തിലെ ചില മികച്ച തീരുമാനങ്ങളാണ് എന്ന് പറയാം. ഇവ എന്തൊക്കെയാണെന്ന് വിശദമായി നോക്കാം. ദീർഘകാലമായി മുംബൈ ഇന്ത്യൻസിന്റെ ഭാഗമായിരുന്ന വിക്കറ്റ് കീപ്പർ ഇഷാൻ കിഷനെ കഴിഞ്ഞ സീസണിന് ശേഷം കൈവിട്ട ആരാധകരെ ഞെട്ടിച്ചിരുന്നു. ഓപ്പണിംഗ് ബാറ്റർ കൂടിയായ അദ്ദേഹത്തെ നിലനിർത്താതിരുന്നത് മണ്ടത്തരമാണെന്ന് പലരും വിമർശിക്കുകയും ചെയ്തു. മെഗാലയത്തിൽ ഇഷാനെ തിരികെ വാങ്ങുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നുവെങ്കിലും സൗത്ത് ആഫ്രിക്കയുടെ യുവ വിക്കറ്റ് കീപ്പറായ റിയാൻ റിക്കൽട്ടണെയാണ് മുംബൈ വാങ്ങിയത്. ഇഷാൻ 11,25 ലക്ഷം രൂപയ്ക്കാണ് ലേലത്തിൽ വിറ്റുപോയത് എങ്കിൽ റിക്കൽട്ടണിനായി മുംബൈ മുടക്കിയത് 1 കോടി മാത്രം. ഇഷാന് പകരം ഇതുവരെ IPL കളിച്ചിട്ടില്ലാത്ത റിക്കൽട്ടനെ വാങ്ങാനുള്ള മുംബൈയുടെ തീരുമാനം തന്നെയാണ് ശരിയെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയുമാണ്. മുൻ നായകൻ രോഹിത് ശർമ്മയ്ക്കൊപ്പം ടീമിന്റെ ഏറ്റവും വിശ്വസ്തനായ ഓപ്പണിംഗ് ബാറ്ററായി അദ്ദേഹം മാറിക്കഴിഞ്ഞു. 11 മത്സരങ്ങളിൽ നിന്നും 33.40 ശരാശരിയിൽ 153.92 സ്ട്രൈക്ക് റേറ്റിൽ 334 റൺസ് റിക്കൽട്ടൺ നേടിയിട്ടുണ്ട്. എന്നാൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ താരമായ ഇഷാന് 9 ഇന്നിംഗ്സുകളിൽ നിന്നും 26.14 എന്ന മോശം ശരാശരിയിൽ 153.78 സ്ട്രൈക്ക് റേറ്റിൽ നേടാനായത് 183 റൺസ് മാത്രമാണ്. ന്യൂസിലാൻഡിന്റെ സ്റ്റാർ പേസർ ട്രെന്റ് ബോൾട്ടിന്റെ 2ാം വരവാണ് മുംബൈ ഇന്ത്യൻസ് കരുത്താർജിക്കാനുള്ള 2ാമത്തെ കാരണം. 2022 മുതൽ കഴിഞ്ഞ സീസൺ വരെ രാജസ്ഥാൻ റോയൽസിനൊപ്പമായിരുന്നു അദ്ദേഹം. റോയൽസിനായി പല ഗംഭീര പ്രകടനങ്ങൾ നടത്തിയിട്ടും കഴിഞ്ഞ സീസണിന് ശേഷം ബോൾട്ടിനെ നിലനിർത്തിയില്ല. ഇതോടെയാണ് തങ്ങളുടെ മുൻ പ്രീമിയം ഫാസ്റ്റ് ബോളറെ മെഗാലയത്തിൽ മുംബൈ തിരികെ വാങ്ങിയത്. 12.5 കോടി എന്ന വലിയ തുകയ്ക്കാണ് ഇതിനു വേണ്ടി അവർ മുടക്കിയത്. കഴിഞ്ഞ 3 സീസണുകളിലും അവരുടെ പേസ് നിര അത്ര ഗംഭീരമായിരുന്നില്ല. എന്നാൽ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയ്ക്കൊപ്പം പരിചയസമ്പന്നനായ ബോൾട്ട് കൂടി ചേർന്നതോടെ മുംബൈ ബോളിംഗ് വേറെ ലെവലായി മാറി. 11 മത്സരങ്ങളിൽ നിന്നും 16 വിക്കറ്റുകളുമായി തകർപ്പൻ പ്രകടനമാണ് കിവി പേസർ കാഴ്ചവെക്കുന്നത്. കഴിഞ്ഞ കുറച്ച് സീസണുകളായി മുംബൈ ഇന്ത്യൻസിന്റെ സ്പിൻ ബോളിംഗിന് ചുക്കാൻ പിടിച്ചത് മുൻ ഇന്ത്യൻ താരം പീയൂഷ് ചൗളയായിരുന്നു. പക്ഷെ ശരാശരി പ്രകടനം മാത്രമാണ് വെറ്ററൻ താരം കാഴ്ചവെച്ചത്. ഇതോടെ ഈ സീസണിൽ ചൗളയെ കൈവിട്ട മുംബൈ പകരം ലേലത്തിൽ മറ്റൊരു ഇന്ത്യൻ വെറ്ററനായ കരൺ ശർമ്മയെ വാങ്ങിയെടുക്കുകയായിരുന്നു. ഈ നീക്കം ക്ലിക്കാവുകയും ചെയ്തു. 3 ഇന്നിംഗ്സുകളിൽ മാത്രമേ കരൺ ഇതിനോടകം കളിച്ചിട്ടുള്ളൂ. എന്നാൽ 10 എന്ന അവിശ്വസനീയ സ്ട്രൈക്ക് റേറ്റിൽ 6 വിക്കറ്റുകൾ അദ്ദേഹം നേടിക്കഴിഞ്ഞു. തന്റെ അനുഭവ സമ്പത്ത് നന്നായി മുതലെടുക്കാൻ കരൺ പന്തെറിയുന്നുണ്ട്. ഇത് മുംബൈ നിർണായക ഘട്ടങ്ങളിൽ ഏറെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും മുംബൈയിലെ ഈ ഒരു തിരിച്ചുവരവാണ് ഈ സീസണിൽ ഈ IPL കണ്ട ഏറ്റവും വലിയ കംബാക്ക് എന്ന് നിസ്സംശയം പറയാം. ഏറ്റവും ശക്തമായ പോരാട്ടത്തിലൂടെ മുംബൈ അങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്.